രണ്ട് വിസ്മയങ്ങളാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയത്. ഒന്ന് എ സുരേഷ്, രണ്ട് പി കെ ശശി. ഇന്ന് രാവിലെ KTDC ചെയർമാൻ സ്ഥാനം പി കെ ശശി രാജിവെച്ചു എന്ന വാർത്ത വന്നപ്പോൾ വിസ്മയം ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പക്ഷേ പാർട്ടിക്കാരനെന്ന് പി കെ ശശി ഇന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. ഈ സെക്കൻഡ് വരെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ഒരക്ഷരം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരു UDF നേതാക്കളുമായിട്ടും ഞാൻ എൻ്റെ ചേരിമാറ്റം സംബന്ധിച്ച് ഒരു കാര്യം സംസാരിച്ചതായി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനങ്ങ് ചെയ്യാം. ഞാനിപ്പോൾ CPM അംഗമാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേയില്ല. പിന്നെ എന്തിനാണ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്? ടൂറിസം മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഒഫീഷ്യലായിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല. ആ ലാഭത്തിലേക്ക് മാറ്റാൻ KTDCയിൽ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തിന് ഇപ്പുറം ആദ്യമായി സാധിച്ചു. അതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. അതിൻ്റെ കാരണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും പി കെ ശശി ഉറപ്പിച്ച് പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പാർട്ടി അംഗമാണെന്ന് പറയുന്നു, പക്ഷെ നാളെയോ? വളരെ ശക്തമായി ഇപ്പോഴും കേൾക്കുന്നു പി കെ ശശി ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്ന്. ആ ചോദ്യത്തിന് മുതിർന്ന CPM നേതാവിന്റെ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. അല്ലാതെ അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ അടുക്കെന്നല്ലേ ഉത്തരം കിട്ടണ്ട്. ശശി രാജിവെച്ചിരിക്കുന്നു. അതിന് ഞാനെന്താ ഇപ്പൊ പറയേണ്ടത്? തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതിസന്ധി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ വരട്ടെ, അന്നേരം പറയാം. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക്. അന്ന് മുതൽ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പി കെ ശശി. വിസ്മയമൊക്കെ ശരി തന്നെ, പക്ഷേ ഇന്ന് വരെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങുമോ? രാഹുൽ മാങ്കൂട്ടത്തിലെ ആരോപണം വന്നപ്പോൾ വാദം അവിടെ പി കെ ശശി ഉണ്ടല്ലോ, അവിടെ M മുകേഷ് ഉണ്ടല്ലോ എന്നതായിരുന്നു. ഇത്രയും കാലം CPM അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച തീവ്രത അളക്കുന്ന ആ മെഷീൻ ഇനി കോൺഗ്രസ് വാങ്ങിവെക്കുമോ? ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് അര പി കെ ശശിയാണോ പകരം?